أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم بسم الله الحمد لله الصلاة والسلام على أشرف الخلق الله سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്താണ് ഇവിടെ ഓതി വെച്ചത്. നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ ഈ ഒരു ഭാഗം എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും അല്ലേ. ഞാൻ എൻ്റെ അർത്ഥം ഒന്ന് വായിക്കാം. നബിയെ, എൻ്റെ അടിയാന്മാരോട് ഞാൻ പ്രസ്താവിച്ചതായി പറയുക. തങ്ങളുടെ സ്വന്തം ആത്മാക്കളോട് അതിര് കവിഞ്ഞു പോയിട്ടുള്ള എൻ്റെ അടിയാന്മാരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടു പോകരുത്. നിശ്ചയമായും അള്ളാഹു പാപങ്ങളെ മുഴുവനും പൊറുക്കുന്നതാകുന്നു. നിശ്ചയമായും അവൻ തന്നെയാണ് വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളവൻ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇതൊക്കെ നമ്മൾ ഈ നേരത്തെ നമ്മൾ കുറച്ച് ആയത്തുകളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതൊക്കെയുള്ള ആയത്തുകളൊക്കെ നമ്മൾക്കുള്ള അല്ലാഹു സുബ്ഹാനഹു തആല തന്ന ആശ്വാസവാക്കുകളായിട്ട് നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ. ഈ ഒരു ആയത്ത് നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ അല്ലേ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ആയത്തുകളിലൂടെ പഠിച്ചെടുത്തിട്ടുണ്ട്. സുറത്ത് സുമറൊക്കെ പഠിച്ചവർ അതിൻ്റെ തഫ്സീറൊക്കെ നന്നായി ആഴത്തിൽ പഠിച്ചിട്ടുമുണ്ടാകും. പക്ഷേ ഈ ഒരു ആയത്തിന് പലപ്പോഴും ആരെങ്കിലുമൊക്കെ അല്ലേ, നമ്മളിപ്പം പഠിക്കുന്നവർ കിട്ടിയിട്ടുണ്ടാവാം, അല്ലാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിങ്ങനെ വായിച്ചു പോകുന്നതായിട്ട് എടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആയത്തിനെ നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുന്നത് എന്താണ്? യാ ഇബാദി, എൻ്റെ അടിയാന്മാരെ എന്നാണ് വിളിക്കുന്നത്. സ്നേഹത്തിൽ വിളിക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ മനുഷ്യരെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഖുർആനിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇത് എൻ്റെ അടിയാന്മാരെ എന്ന് വിളിക്കുമ്പം അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിയാന്മാർ അല്ലെ നമ്മളൊക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളെങ്ങനെ വിളിച്ചല്ല പറയാണ്. എന്താ പറയണത്? നിങ്ങൾ റബ്ബിൻ്റെ അല്ലേ, കാരുണ്യവാനായ ആ റബ്ബിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഈ ഒരു ആയത്തുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിരാശകൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ആശ്വാസമാകാറുണ്ടോ? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തഫ്സീറിൽ പറയുന്നത് ഒരു മഹത്തായ സന്തോഷ വാർത്തയാണ്. നമുക്കത് കേട്ടിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടോ? ഇതൊരു ഭയങ്കരമായ വാഗ്ദാനമായിട്ടാണ് പറയുന്നത്. നമുക്കതിൽ നിന്ന് ആ വാഗ്ദാനത്തിൽ നമുക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് തദബ്ബുർ ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ ആയത്തിനെ അത്രമാത്രം ആഴത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സന്തോഷവും ഈ പറഞ്ഞ ആശ്വാസവും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ തദബ്ബുർ നമുക്ക് എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ നമുക്ക് പലരും ചോദിക്കാറുണ്ട്, പഠിക്കുന്നവർക്ക് അറിയായിരിക്കും, എന്നാൽ തന്നെയും പലരും ഇങ്ങനെ പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. ഈ തദബ്ബുർ എന്നാൽ നമുക്കൊരു ഒരു പരിചയമില്ലാത്തൊരു വാക്ക് പോലെ. നമ്മൾ പലപ്പോഴും തഫ്സീർ പഠിക്കുക അല്ലേ. നമുക്ക് ഖുർആൻ്റെ പഠനം പലതരത്തിലുണ്ട്. നമ്മൾ അതിൻ്റെ തജ്വീദും അല്ലേ കാര്യങ്ങളൊക്കെ പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ തിലാവ അല്ലേ, അതിൽ പാരായണം, അതേപോലെ നമ്മൾ ഹിഫ്ള്, അതൊക്കെ നമുക്കറിയാം. അതേപോലെ തഫ്സീർ പഠിക്കുക എന്നാണ് നമ്മൾ പറയുക. നമ്മൾ ഖുർആൻ പഠനത്തിന് അങ്ങനെയാണല്ലോ പറയുക. പക്ഷെ തദബ്ബുർ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഖുർആൻ തന്നത് തന്നെ തദബ്ബുർ ചെയ്യാനാണ്. ആയത്തുകളൊക്കെ നമ്മൾ അതിലൂടെ പോയതാണ്. ഏതായാലും നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുണ്ട്. അതായത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ 11th മുഹമ്മദ് സാഹിൻ്റെ ആ ക്ലാസ് കേട്ടപ്പോൾ അതിനകത്ത് കേട്ടൊരു വാക്കിന് ആയിട്ട് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ആയത്ത് കുറച്ചുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ്. ഓരോ ആയത്തുകളെയും നമ്മൾ തദബ്ബുർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പല വഴികളുണ്ട്. അതിന് ഓരോ കീകളായിട്ടാണ് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ പറയുന്ന ഒരു കീ ആണ് റബത്ത്, അതായത് ബന്ധിപ്പിക്കുക, കണക്ട് ചെയ്യുക.
വിശുദ്ധ ഖുർആനിലെ പദങ്ങൾ നമ്മളെ ആശയങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബന്ധപ്പെടുത്തണം. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുമായിട്ട് അതിനെ നമ്മൾക്ക് സമ്പൂർണമായ തരത്തിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്യണം. തദബ്ബുറിനെ കുറിച്ചാണ് മുത്തേ പറഞ്ഞു തരുന്നത് കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അതായത് നമ്മൾ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ഖുർആനിലെ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന കാര്യങ്ങളല്ലേ, അള്ളാഹുവിൻ്റെ വാക്കുകളല്ലേ ഖുർആനിലുള്ളത്. അപ്പോൾ അള്ളാഹു നമ്മളത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്ത് ഇങ്ങനെ പോവുക. ഒരിക്കലും നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓരോ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസമുണ്ട്, വാഗ്ദാനമുണ്ട്, അത് തരും ഇത് തരും, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അതൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തദബ്ബുർ കിട്ടുന്നില്ല. നമുക്ക് ഈ ഓരോ ആയത്തുകളും വായിക്കുമ്പോൾ ഇത് എന്നോടാ പഠിച്ചോൻ പറയേണ്ടത്, നിരാശപ്പെടണ്ട, എന്താണ് കാരുണ്യത്തെപ്പറ്റി ഒരിക്കലും നിരാശപ്പെടണ്ട. അപ്പം നമുക്ക് എന്ത് നിരാശ, എന്ത് ടെൻഷൻ അല്ലേ, എന്ത് ആങ്സൈറ്റി, നാളത്തെക്കുറിച്ച് ആലോചിച്ച് ബേജാറായി, എന്ത് ബേജാറ്, ഒന്നുമില്ല. കാരണം എന്താ, അല്ലാഹ് ഉണ്ട് നമുക്ക്, അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് എന്തില്ല, ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ദുനിയാവിലെ പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. അവിടെയാണ് ദുഃഖങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ആ തദബ്ബുറിലൂടെ നമുക്ക് കിട്ടേണ്ടത് ആ ആശ്വാസമാണ്, ആ നിർഭയത്വമാണ്. സുബ്ഹാനല്ലാഹ്. അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പം നമുക്കിങ്ങനെ കിട്ടുന്ന ഖുർആനിലിപ്പോൾ ആയത്ത് അല്ലേ, ഈ ഒരു ആയത്തിന്, അപ്പോൾ അതിൻ്റെ വാക്കുകളെ നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലായ ആ ഒരു കണക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്ത ആ ഒരു ആശയത്തെ നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളായിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതുമായിട്ടാണ് നമ്മളുടെ ജീവിതം, നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ മുന്നിൽ നമ്മൾ നേരിടുന്ന എന്ത് കാര്യവും ആയിക്കോട്ടെ അതുമായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ആയത്തിന്, നമ്മൾ ഒരു ദിവസം ഒരു സൂറത്തായിരിക്കും വായിക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും ഒരു ആയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ചർച്ച ചെയ്യാൻ അല്ലേ. അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ ഒരു അള്ളാഹുവിൻ്റെ അല്ലേ, അള്ളാഹുവിൻ്റെ ആ ഒരു നമ്മളോട് പറയുന്ന ഒരു വാക്കുകളെ അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് പഠനം നടത്തണം, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, എന്നിട്ട് അത് നമ്മളുടെ അനുഭവങ്ങളായിട്ട് മാറണം. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കത് ആശ്വാസമായി അല്ലേ, സമാധാനമായി, സന്തോഷമായിട്ട് മാറുകയാണ്. അള്ളാഹുവിൻ്റെ വാക്കുകൾ, അവിടെയാണ് നമ്മൾ ആ തദബ്ബുറിലേക്ക് എത്തി. അത് എല്ലാവർക്കും കിട്ടൂല എന്നല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അത് തഖ്വയുള്ളവർക്കും ഇഖ്ലാസ് ഉള്ളവർക്കുമാണ് കിട്ടുക. അപ്പോൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അള്ളാഹുവിൻ്റെ കലാമിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്മകൾ ചെയ്യണം, ചീത്ത നമുക്കൊന്നും വേണ്ട, ഒരു തരത്തിലുള്ള നമ്മൾ പലതും നമ്മളടുത്തേക്ക് വരെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തദബ്ബുറിലൂടെ നമ്മളിങ്ങനെ അള്ളാഹുവിൻ്റെ വാക്കുകളെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എടുത്ത് പഠിച്ചും ചർച്ച ചെയ്തും അല്ലേ, നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടും നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് ആ കറക്റ്റ് അള്ളാഹുവിങ്കലുള്ള ഖുർആൻ ഷിഫ ആണ് എന്ന് പറയുമ്പോൾ ആ ഷിഫ ആയിട്ട് നമുക്ക് കിട്ടണം. നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും നമുക്കത് ഷിഫ ആയിട്ട് മാറണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഓരോ കാര്യങ്ങളും നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തും. ഓരോ ആയത്തുകളും കുറച്ച് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് പോകണം. നമ്മളിങ്ങനെ ആ ആയത്തെത്തി, ഈ ആയത്ത് വായിക്കുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ പോരുത്. നമ്മളങ്ങനെ ഒരു ആയത്ത് ഖുർആൻ ഓതി പോകുമ്പോഴായിരിക്കും ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിട്ട് ഒരായത്തിൻ്റെ അടുത്ത് എത്തിയപ്പം സുബ്ഹാനല്ലാഹ് എന്നെ വിളിക്കണം. അപ്പം ഞാനും ആ ആയത്ത് നോക്കാൻ അതൊരു കാരണമായി അല്ലേ. നമ്മളവിടെ ഒന്ന് നിർത്തി നമ്മൾ അതിനെക്കുറിച്ച് ഇതെന്താ, അപ്പം ഇതെന്താണ്, എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. ആ ചിന്തകളെയാണ് നമ്മളുടെ ബുദ്ധിയെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരു ഏറ്റവും നല്ലൊരു രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരിക. എന്നിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് ഉസ്താദിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നത് നമ്മൾ ആ ചിന്തകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ നമ്മളെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. നല്ല നല്ല ചിന്തകളാണ് നമുക്ക് ഉണ്ടാവുക. താഴെ തട്ടിലുള്ള സാധാരണ എന്താ പറയുക ഒരു ഇതിലല്ല. ഖുർആൻ പഠിക്കുന്നവരുടെ ചിന്തകളും സംസാരവും പെരുമാറ്റവും അവരുടെ ഇരുത്തവും നടത്തവും കിടത്തവും ഒക്കെ എന്താണ്, അത് വേറെയാണ്. അങ്ങനെ വേറിട്ട ലെവലിൽ നമുക്ക് ഓരോരുത്തർക്ക് ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാം ആകാൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രിയപ്പെട്ട അടിയാന്മാരായിട്ട് അപ്പോൾ നമ്മളങ്ങനെ മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആന്തരികമായിട്ടുള്ള മാറ്റം, ഇന്നർ ചേഞ്ച് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ പറ്റണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ആയത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഞാനൊന്ന് തദബ്ബുറിനെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ
ഇപ്പം ഈ ഒരു ആയത്തിൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ നമുക്കറിയാം അത് പാപമോചനത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? പാപമോചനത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ നിരാശരാവേണ്ടതില്ല. എങ്ങനെയാണെങ്കിലും എന്താണ്, നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ട് നമുക്ക് ഇസ്തിഗ്ഫാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ എന്തെല്ലാം അല്ലെ ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറാനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല കാര്യങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു തെറ്റുകൾ അല്ലെ, പക്ഷെ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ നല്ലതല്ലാത്ത ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ നമ്മൾ വിചാരിക്കുക എന്താ, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഖുർആൻ പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്യണില്ല എന്നല്ല നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക, അല്ലേ? ഞാനടക്കം നമ്മൾ വിചാരിക്കാം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാണ്, പ്രത്യേകിച്ച് അങ്ങനെ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്, അല്ലേ? നമ്മൾക്കറിയാം ചീത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് നല്ലതല്ലാത്ത ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ആയിരിക്കും, അല്ലേ? പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഇല്ല, അതൊന്നും ഇല്ല വരുന്നില്ല. ചിലപ്പം വിചാരിക്കുന്നുണ്ടാവട്ടെ, അല്ലേ? ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് വേജാറുണ്ട്, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു വറീഡായിട്ട് നമ്മളെപ്പോഴും നിൽക്കുന്നത്. അത് വേണം താനും. അപ്പോൾ പലപ്പോഴും നമ്മൾ പല ആളുകളും അതിനൊരു തെറ്റുകളായിട്ട് കാണുന്നില്ല, ചെയ്യാനെല്ലാം ചെയ്യുന്നുണ്ടാവും. അതായത് ഖുർആൻ പഠിക്കുന്നുണ്ടാവും, പള്ളിയിലൊക്കെ ഭയങ്കര ഖുർആൻ ക്ലാസ്സുകളിലും ഒക്കെ ഭയങ്കര എന്താ പറയുക ആക്റ്റീവായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളിൽ അതൊന്നും കാണാത്ത പോലെ, അല്ലേ? അപ്പോൾ അത് ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ലെവലിലേക്കാണ് അവിടെ. ഞാൻ പഠിക്കുന്നവളാണ്, ഞാൻ ഖുർആൻ്റെ, ചിലരൊക്കെ കളിയാക്കുന്ന പോലെ ഖുർആൻ്റെ നടുക്കഷ്ണാണെന്ന് ആ വിചാരം, എന്താ സ്വഭാവം, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണാവോ പറയേണ്ടത്. ഏതായാലും രണ്ട് തരം എന്താ പറയുക ആൾക്കാർ ഇങ്ങനെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണ്, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നല്ലതല്ലേ പറയുന്നത് ചെയ്യുന്നത്, ഈ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ അന്നേരം ചിന്തിക്കും. അതായത് നമ്മൾ പഠിക്കുന്നവരാണ്, അപ്പോൾ ഒരു ഈഗോ വർക്ക് ചെയ്യുകയാണല്ലോ അവിടെ. അതെന്താ ഇവർക്കൊന്നും മനസ്സിലാകാത്തത്, നമ്മൾ പറയുന്നത് എന്താ ഇവർ കണക്കിലെടുക്കാത്തത് എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മൾ എന്തെല്ലാം നല്ലത് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഇവരെല്ലാം, അതാരും ആവാം, അല്ലേ? നമ്മളെ ഭർത്താവ് തന്നെ ആവാം, ഇനി മക്കളാവാം, കുടുംബത്തിലുള്ള ആൾക്കാരാവാം, ചിലപ്പോൾ അയൽക്കാരാവാം, കൂട്ടുകാരോ ആരോ ആവാം. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ എത്രത്തോളം അവരോടൊക്കെ നല്ലോണം നിൽക്കുന്നത്? നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് ഒന്ന് നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവർ നല്ലത് ഏതായാലും പറയുന്നില്ല. എന്നാൽ പറയുന്നതോ, അല്ലേ, നമുക്ക് ഭയങ്കര വേദനിപ്പിക്കുന്ന പല വാക്കുകളുമായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ എന്താണ്, അവരും ഈ പറഞ്ഞതുപോലെ പഠിക്കുകയും മുന്നിലേറി, അപ്പോൾ നമുക്കൊരു ഭയം കൂടി വരും അവിടെ. അവരും പഠിക്കുന്നവരാണല്ലോ, പിന്നെ അപ്പോൾ ഒന്നും പറയാനും തോന്നില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം കിടക്കുന്നത് കേട്ടോ. നമ്മുടെ മനസ്സിനെയാണ് അവിടെ നമ്മളിങ്ങനെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പോയിന്റിലേക്കാണ് നമുക്ക് എത്താനുള്ളത്. പിന്നെയുണ്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ രണ്ട് തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഒരു വിഷമം കൂടിയുള്ള ആൾക്കാരുണ്ടാകും. ഖുർആൻ പഠിക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു, എന്നാലും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുന്നു. പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഈ നേരത്തെ പറഞ്ഞത് ദുനിയാവിയായ കാര്യങ്ങളാണ്, നമ്മൾക്ക് നേരിടുന്ന വിഷമങ്ങൾ, കുത്തുവാക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളുണ്ട്, അല്ലേ? മക്കളിൽ നിന്നുണ്ടാവുന്ന, ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉമ്മമാരൊക്കെ, അല്ലേ, നമ്മളെ കൂട്ടത്തിലൊക്കെ ഉമ്മമാരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കാം. മക്കളൊക്കെ അവരുടേതായ ചുറ്റുപാടുകളിൽ അവർ പോയതായിരിക്കും. പക്ഷെ അവർ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, അല്ലേ, അവർ പുറത്താണെങ്കിലും അവർക്ക് വേണ്ടി നാട്ടിൽ ചെയ്തു വെക്കുന്ന കാര്യങ്ങളുണ്ടാവും, അല്ലേ? അവർ നാട്ടിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതുണ്ടാവും, അവരുടെ വീടും അവരുടെ ചുറ്റുപാടുകളും അവർക്ക് വേണ്ടി അങ്ങനെ പലതും ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവരിൽ നിന്ന് നല്ല വാക്കോ പോട്ടെ, എന്നാലൊരു ഒരു പരിഗണന പോലും ലഭിക്കാത്ത ഉമ്മമാരുണ്ട്, അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് എത്താം. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഉറ്റവർ മരണപ്പെട്ടവരാവാം, അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മക്കളിൽ നിന്നും ഒക്കെ തന്നെ മക്കൾ മരണപ്പെട്ടവരോ ഭർത്താവ് മരണപ്പെട്ടവരോ, അല്ലെങ്കിൽ ജീവിത ചുറ്റുപാടുകൾ കൊണ്ട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരോ, അങ്ങനെയൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഇത്തരത്തിലുള്ള സ്വന്തം അസുഖങ്ങൾ വരുന്നവരും, അപ്പോൾ ചെറിയ നിസാരമായ അസുഖങ്ങളായിരിക്കാം, നമുക്ക് പറയുമ്പം പുറത്തേക്ക് വരുമ്പം ഒരു BP അല്ലെങ്കിൽ ഈ തരത്തിലുള്ള എന്താ പറയുക, അതൊക്കെ ഇപ്പോൾ വലിയൊരു ഇത് തന്നെയാണല്ലോ, ബുദ്ധിമുട്ട് തന്നെയാണല്ലേ. ഡയബറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് കാണുമെങ്കിലും അതൊക്കെ ഒരു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഭയങ്കരമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും പിന്നെ ഈ പറഞ്ഞതുപോലെ വല്ല തൈറോയിഡോ യൂറിക് ആസിഡോ എന്തെങ്കിലുമൊക്കെ ആവാം, പക്ഷെ അതിലുണ്ടാക്കുന്ന പല ഹോർമോണൽ ചേഞ്ചസും നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പലർക്കും നമുക്കറിയാം, ഉറ്റവർ മരണപ്പെട്ടാൽ അവർക്ക് ബൈത്തുൽ ഹംദ് ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മളോട് അല്ലേ പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്ന ഇന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ അല്ലേ, ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴൊക്കെ അവിടെയൊക്കെ ഓരോ സമയത്തും നമ്മൾ അല്ലേ നമ്മൾ അതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി നമ്മൾ ക്ഷമ കൈക്കൊണ്ടാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തെന്നാലും നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ, ഓക്കെ, ഞാനാവാം നിങ്ങളാവാം ആരായാലും തന്നെ അവർക്കെല്ലാം ഉണ്ട്. ഈ പറഞ്ഞതുപോലെ മരണങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്, ചുറ്റുപാടുമുണ്ട്. എന്നാലൊരു മനസ്സമാധാനമില്ലായ്മ, എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, മനസ്സുകൊണ്ടൊരു ഒരു ഒരു ഉറപ്പ് കിട്ടാത്തതുപോലെ, ചിലപ്പം സങ്കടമാവാം, ചിലപ്പം ദേഷ്യമാവാം, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ ആക്റ്റീവായിരിക്കുന്നത് മുഴുവൻ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും പലതരത്തിലുള്ള വിഷമങ്ങൾ, എന്തൊക്കെയോ ഒരു ദുനിയാവിയായി ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം. അതായത് കുത്തുവാക്കുകളാവാം, പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം നമ്മൾ പറഞ്ഞല്ലോ ഉമ്മമാരെ കുറിച്ച് പറഞ്ഞു, അതിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഉമ്മമാരുടെ വിഷമങ്ങൾ ഉണ്ടാവാം. അതേപോലെ പ്രായമായ ഉമ്മമാർക്കാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. ഉപ്പമാരെന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടി അവർ ആണുങ്ങൾക്കുള്ള ഒരു സാധനം കൊടുത്തുകൊണ്ട് ഉമ്മമാരെപ്പോഴും എത്ര പ്രായം എത്തിയാലും അവർ പണിയെടുത്തും അവർ ഭക്ഷണം ഉണ്ടാക്കിയും അവർ വീട് ക്ലീൻ ചെയ്തും അവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ അല്ലേ നമ്മളെക്കാട്ടിലുമൊക്കെ മുമ്പേ കല്യാണം കഴിഞ്ഞവരാണ് അവരൊക്കെ. ജീവിതം കൊണ്ട് നമുക്ക് പലപ്പോഴും അല്ലേ നമ്മളെക്കാട്ടിലും മുമ്പുള്ള ഉമ്മമാരൊക്കെ ഇവിടെ എന്ന് പറയുന്നത് നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചവരാ, എങ്ങനെ വെള്ളം കോരിയവരാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നത്, അടുപ്പ് തീ കത്തിച്ചിട്ടും വെള്ളം കോരിയിട്ടും എന്നൊക്കെ പറയാറുണ്ടല്ലേ. നമുക്കത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇന്നിപ്പം നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേ നമ്മളെ കുട്ടികൾ അല്ലേ അങ്ങനെ നമ്മൾ ബസ് കയറി നമ്മൾ തിക്കി കുത്തി മറ്റേ സ്റ്റെപ്പിൽ നിന്ന് പോയരാന്ന് പറഞ്ഞാൽ അവർക്കത് കേൾക്കാൻ വലിയ താല്പര്യം. അതേപോലെ തന്നെയാണ് അവർ പറയുമ്പോൾ നമുക്കൊരു ഇതായിട്ട് ഫീൽ ചെയ്യാത്തത്. അപ്പം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഭർത്താവിനെ നോക്കുന്നുണ്ടാകും, പക്ഷെ എന്നാൽ തന്നെയും പ്രായമായി കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളിച്ചം പിടിക്കലൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ഈ അൽഷിമേഴ്സ് പോലെയുള്ള എന്താ ഞാൻ പറയുന്നത് ഇത് സ്പെല്ലിങ് കറക്റ്റാണെന്ന് എനിക്കറിയില്ല, എൻ്റെ മക്കളെപ്പോഴും എന്നെ കറക്റ്റ് ചെയ്യും, അങ്ങനെയല്ല ഉമ്മ ഇങ്ങനെയാണ്. ഇതന്നെ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്കറിയാലോ അവരെയൊക്കെ നോക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ചില്ലറ കാര്യമൊന്നുമില്ല. അവിടെയൊക്കെ നമുക്ക് വേണ്ടുന്ന ഒരു ഏറ്റവും വലിയ ക്ഷമ തന്നെയാണ് നമുക്ക് എല്ലായിടത്തും വേണ്ടത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രായമായ ഉപ്പമാരെ നോക്കുന്ന ആളുകൾ അല്ലേ, എത്രയൊക്കെ അവരെ നോക്കിയാലും ഈ പറഞ്ഞതുപോലെ കുറ്റങ്ങളാണ് അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ളതാണ്. റെയറായിട്ട് നല്ല കാര്യങ്ങളും ഉണ്ടാവാൻ തന്നെ ഈ പറഞ്ഞതുപോലെ അസുഖമുള്ള മക്കളെ നോക്കുന്ന അമ്മമാർ. ഇപ്പം നോർമൽ സാധാരണ വല്ല അസുഖങ്ങളും വരുന്നവരാവാം, മറ്റേ ഇത് പറഞ്ഞതുപോലെ ബുദ്ധിക്കുറവുള്ള കുട്ടികളൊക്കെ നോക്കുന്ന ഉമ്മമാരൊക്കെ നമ്മുടെ ചുറ്റിലും ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്നും മരിച്ചാലും കണ്ണടയൂല എന്നാണ് അവർ പറയുക. കാരണം എപ്പോഴും അവരൊക്കെ ഓരോ ഉമ്മമാരും പ്രാർത്ഥിക്കുന്നത് അല്ലേ, പിന്നെ അവർ കണ്ണടയുന്നതിന് മുമ്പ് മക്കളെ പഠിച്ചവൻ കൊണ്ടുപോകണേ എന്നുള്ള, അങ്ങനെ ഒരിക്കലും ഉമ്മമാർ വേറെ മക്കളെ പറ്റി പറയില്ലല്ലോ, ഇങ്ങനെയുള്ള കുട്ടികളെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ അവിടെയും അവർക്ക് എന്നും സങ്കടങ്ങൾ മാത്രമാണ് അവർക്ക് പറയാനുണ്ടാവുക. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിൽ സന്തോഷം കണ്ടെത്തുന്നവർ വളരെ റെയറാണ്. അറിയില്ല, ഒരുപാട് പേരെ കാണുമ്പോഴും അതിലൊരു എല്ലാറ്റിലും സന്തോഷം കണ്ടെത്തുന്നവരെന്ന് പറയാൻ നമുക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഏതായാലും കണ്ടിട്ടില്ല. എല്ലാവർക്കും വിഷമങ്ങളാണ് എപ്പോഴും പറയാനുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന നമ്മൾ സ്ത്രീകൾ അല്ലേ, നമ്മളെ തന്നെ എടുത്താൽ മതി. ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ചെയ്താലും കുറ്റം പറയുന്ന ഭർത്താവ് അല്ലേ. ഒരു പാട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ എൻ്റെ കസിൻ പാടുന്നതിന്, എന്തൊക്കെ ചെയ്താലും കറുത്തൊരു മുഖത്തിന് അല്പം പോലും തെളിവില്ല, എന്തൊക്കെ
ചെയ്താൽ എന്തൊക്കെ പറഞ്ഞാലും എന്നൊക്കെ പറഞ്ഞിട്ടില്ല, എനിക്കത് പെട്ടെന്ന് ഓർമ്മയത്. അസ്തഗ്ഫിറുല്ലാഹ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും നല്ലത് ഏതായാലും പറയില്ല, എന്നാൽ കുറ്റം ഉണ്ടെങ്കിലോ അതെന്തായാലും പറയും ചെയ്യും. പക്ഷെ അതൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെന്ന സ്ത്രീകൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നല്ല വാക്കുകളാണ് അല്ലേ. ബാക്കിയുള്ള നമുക്കെന്തോ തന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ എവിടെയെങ്കിലും പോയോ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നല്ല വാക്കുകൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ നമ്മൾ എല്ലാ ഖുർആൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും ഈ പറഞ്ഞ നമ്മൾ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോരുത്തരും ഇതിനകത്തുള്ള ഈ പറഞ്ഞതിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ ഉമ്മമാരിലായിരിക്കാം ചിലപ്പോൾ ഇവിടെയുള്ള ഉമ്മമാർ, അല്ലെങ്കിൽ ഇതുപോലെ പാരൻസിനെ നോക്കുന്ന മക്കളുണ്ടാവാം ഇവിടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അസുഖം വന്നിട്ട് ഉള്ള മക്കളെ നോക്കുന്നവരുണ്ടാവാം, ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞതുപോലെ മക്കളുള്ള അങ്ങനെയുള്ള ഉമ്മമാരുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു സംഗതി എന്താണ്? ക്ഷമ അല്ലേ? സുബ്ഹാനല്ലാഹ്. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യം. അതിനെ ആർജിച്ചെടുക്കാൻ എങ്ങനെയാണ്? എന്തെന്നെ ആയാലും നമ്മൾ ഇപ്പം ഈ ഒരു ആയത്തിൽ നമുക്ക് പറയുമ്പോൾ അതിനെ നമ്മളെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇസ്തിഗ്ഫാർ. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ്. പക്ഷേ അവിടെ പോലും ഇത്തരത്തിലുള്ള നമ്മളുടെ വാക്കുകളും നമ്മളുടെ നേരെ വരുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ചീത്തയാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ടെൻഷൻ അല്ലേ, ബേജാറ് വരുന്നത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊന്നും നമുക്ക് ശരിയാക്കാൻ പറ്റാത്തത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ആയത്തിന് അവിടെ കൊണ്ടുവന്ന് നമ്മളവിടെ തിരികെ വെച്ചോളാം. എന്തിനാ അള്ളാൻ്റെ കാരുണ്യം അത് പോരെ നമുക്ക് അല്ലേ. ദുനിയാവിൽ ആരും എന്തും പറഞ്ഞോട്ടെ, നമുക്കിപ്പോൾ എന്താ, അതിനി ആരോ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ചുറ്റുപാടുമുള്ള ആരോ ആയിക്കോട്ടെ, നമ്മൾ പക്ഷെ നല്ലോണമായിരിക്കണം നിൽക്കേണ്ടത്. ഒരു തരത്തിൽ പോലും നമ്മളിൽ നിന്നൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചിരിക്കുന്ന മുഖവും നല്ല സംസാരവും അതുപോലെ ഉള്ളുമാണ് നമ്മളിവിടെ ഏറ്റവും ഈ സെറ്റാക്കുന്നത്. ആ സെറ്റ് അവിടെ ക്ലിയർ ആയാലും ഈ പറഞ്ഞതുപോലെ അത്രയും ചിരിച്ചുകൊണ്ട് അത്രയും നല്ല പെരുമാറ്റം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അല്ലേ ഒരു ഭാഗത്ത് നമ്മളുടേതായ ഒരു സെറ്റ് അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ വളരെ നല്ല ആൾക്കാർ. പക്ഷേ വീട്ടിൽ അങ്ങനെ പറയല്ലോ, അപ്പോൾ അല്ലേ വീട്ടിലുള്ള ഒരു സ്വഭാവം വേറെയാണ്. അങ്ങനെ ആവരുത്. നമ്മളെല്ലായ്പ്പോഴും ഒരുപോലെ ഏതൊരു മേഖലയിലും നമ്മൾ ഏറ്റവും നല്ലവരായിട്ട് മാറണം. അവിടെ ആയിട്ട് മാറാൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നമ്മളുടെ സ്വന്തമാക്കി നമ്മൾ വെക്കണം. നമ്മളൊരു ദിവസം പോലും നമ്മൾ ഇസ്തിഗ്ഫാർ ഇല്ലാതെ നമുക്കൊരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അല്ലേ 100 പ്രാവശ്യത്തിലധികം അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാ, നമുക്ക് എന്താ നേരെ എല്ലാം അല്ലേ, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ വേറൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഒന്നും പറയാൻ ഒന്നും കിട്ടുന്നില്ലെങ്കിലും ഏറ്റവും ഈസി ആയിട്ടില്ലേ നമ്മളെ വായിൽ വരും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിക്റുകൾ ഉണ്ടാകും. പക്ഷേ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് നമ്മളുടെ ഭാഗമാക്കി വെക്കുക. കാരണം എന്താണ്, നമുക്ക് പലതും മനസ്സിലിങ്ങനെ വന്നുകൊണ്ട് നമ്മൾ എന്തിനാ, അള്ളാൻ്റെ കാരുണ്യം നമുക്കുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്കൊരു നിരാശയില്ല. ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എന്തൊക്കെ ചെയ്താലും നിരാശ തന്നെ ആയിരിക്കും നമുക്ക് ബാക്കിയുണ്ടാവും. വേണ്ട, അള്ളാഹ് ഉണ്ടല്ലോ, അള്ളാൻ്റെ കാരുണ്യം ഉണ്ടല്ലോ. അവിടെ നമ്മളുടെ മനസ്സിനെ എപ്പോഴും അല്ലേ എല്ലായ്പ്പോഴും നമ്മൾ ആ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോടും നമുക്കൊന്നുമില്ല, ഒരു അസ്വസ്ഥതയും നമുക്കില്ല. വീട്ടിലുള്ളവരോടും മക്കളോടോ അല്ലെ പലതരത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഓരോന്ന് വരുന്നുണ്ടാവും. അല്ലേ ഓരോ ആളുകളൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളെപ്പറ്റി ആരെങ്കിലുമൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹ്. ഓക്കെ, എന്തായാലും നമ്മളുടെ പരിഹാരം നമുക്കിതൊന്നു മാത്രമാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്തായ വാക്കുകൾ അല്ലേ, നിൻ്റെ കാരുണ്യവാനായ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിരാശരാവേണ്ടതില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. ഇവിടെയുള്ള ഭൂമിയിലുള്ളവർ നമ്മളോട് എന്തോ കാണിച്ചോട്ടെ. ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിഷമിക്കുന്ന അല്ലേ ഭർത്താവിൻ്റെ ഉമ്മമാരിൽ നിന്ന്, സ്വന്തം ഉമ്മമാരിൽ തന്നെ താത്തമാരിൽ നിന്നൊക്കെ വിഷമങ്ങൾ അനുഭവങ്ങളും കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ നൽകട്ടെ. അത് നല്ല ഇൽമ എല്ലാവർക്കും കിട്ടട്ടെ. ഒരുപാട് ഇൽമ നേടാൻ എല്ലാവരും ഓടി നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ഇൽമ അതിലൂടെ ഫസ്റ്റ് മിഷ്കാത്തിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പം ഐഷൻ്റെ ക്ലാസ്സിൽ കേട്ട ആത്മശുദ്ധീകരണം സാധ്യമാകാത്ത പഠനം കൊണ്ട് നമുക്ക് എന്ത് നേട്ടാണുള്ളത് അല്ലേ.
അസ്തഗ്ഫിറുല്ലാ. അപ്പോൾ നമ്മളാദ്യം നമ്മൾ നന്നാക്കുമ്പോൾ നന്നാവൽ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളും ഏറ്റവും ക്ലിയറാക്കി ആ ശുദ്ധീകരണം നമുക്ക് വരുമ്പം ആ ആശ്വാസം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു ആശ്വാസം, അത് നമ്മൾക്ക് പുറത്തേക്ക്, അത് പിന്നെ ചുറ്റുപാട് നമുക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെയൊക്കെയോ പലതും സംഭവിച്ചാലും നമുക്കതൊക്കെ ഒരു കൂളാണ്, ഒന്നൊരു വിഷയമല്ല. നമ്മളുടെ നേരെ അതെല്ലാം എളുപ്പമായി വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പം ആരെങ്കിലും കുത്തിയതാവാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഒരു യുദ്ധത്തിൻ്റെ ഇതിൽ തന്നെ, നമുക്ക് എവിടുന്ന എന്താ അമ്പ വരിക എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ജിഹാദിലാണ് നമ്മളെന്ന് വെറുതെ അല്ല റസൂല് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വേറെ പുറത്തേക്ക് ഒരു ജിഹാദിനും പോകണം, നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ ഭയങ്കരമായ ജിഹാദിലാണ്. ചിലപ്പോൾ ഒരു അമ്പ് ഇപ്പുറത്തുനിന്നായിരിക്കും വരിക, അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്നായിരിക്കും വരിക. എവിടുന്ന് വന്നാലും കൂൾ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദിക്റുകളുണ്ട്. നമ്മളുടെ ആ ഒരു ഡീപ് ബ്രീത്ത്, നമ്മളെ ക്ഷമ നമ്മൾ ആർജിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഡീപ് ബ്രീത്തിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്ന അല്ലേ നമ്മളുടെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ പഠിച്ചോനെ എളുപ്പാക്കി തരണേ, പഠിച്ചോനെ എനിക്ക് ക്ഷമ നൽകണേ അല്ലേ നമ്മളെ. സുബ്ഹാനല്ലാഹ്. ഏതായാലും നമുക്കറിയാം നമുക്ക് ഏറ്റവും വേണ്ട സംഗതി എന്ത് തന്നെയാണ്? ക്ഷമ. അത് പറയുമ്പോൾ എന്തൊക്കെ ചില സമയത്തും ഇങ്ങോട്ട് കിട്ടണില്ല, നമ്മളെല്ലാവരും പറയില്ല അങ്ങനെ. നമുക്കെല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു പറച്ചിൽ പറയാൻ. ചില സമയത്ത് എന്തൊക്കെ നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചാൽ അവിടെ കൊണ്ടുപോയി ചിലപ്പോൾ എന്തെങ്കിലും ഒന്നൊരു വെടി പൊട്ടാനുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ഈ ക്ഷമ അത് ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഖുറാനിലേക്ക് തന്നെ പോവുക, വേറെ എങ്ങോട്ടും പോകണ്ട. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ആയത്താണ് അല്ലേ, നമ്മൾ ക്ഷമയും നമസ്കാരവും മുഖേന സഹായം തേടുക. നമുക്ക് എപ്പോഴും അറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്നതുമാണ്, നമ്മളെപ്പോഴും വായിക്കുന്നതുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്ഷമ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നല്ലോണം ക്ഷമയുള്ളവർക്ക് സമാധാനത്തിൽ അത് ആ ഒരു ഖുശുവോടുകൂടി നിസ്കരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ക്ഷമനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ക്ഷമ നമുക്ക് എങ്ങനെ ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 ആയത്തുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് തദബ്ബുർ ചെയ്യാം. അത് നമ്മൾ ഓരോരുത്തരും തന്നെ തഫ്സീർ എടുത്ത് വായിക്കുക, അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക അല്ലേ. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം, എങ്ങനെയാണ് അതിനെ ആ ഒരു തദബ്ബുർ നമുക്ക് സാധിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമുക്കറിയാം. സൂറത്തു ആൽ ഇംറാനിലെ അല്ലേ ഏറ്റവും ലാസ്റ്റിലെ ആയത്ത് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസ്വാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അപ്പോൾ നമ്മൾ പറയുന്നതാണ്, ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ ക്ഷമിക്കുവിൻ, ക്ഷമയിൽ മികവ് കാണിക്കുകയും ചെയ്യുവിൻ, കെട്ടിക്കാത്ത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ഷമിച്ചാൽ മാത്രം പോരാ, ക്ഷമയിൽ മികവ് കാണിക്കുകയും വേണം, നന്മകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ യുദ്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ തദബ്ബുർ എന്ന് പറയുമ്പം എന്താണ് നമ്മളുടെ ജീവിതത്തിലേക്കാണ് കാണിക്കുന്നത്. നമ്മളും യുദ്ധത്തിലാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതമാകുന്ന ഒരു യുദ്ധത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ അവിടുന്നോ എവിടുന്നോ നമുക്ക് അറ്റാക്ക് വന്നേക്കാം അല്ലേ. പക്ഷേ അവിടെ നമ്മൾ അല്ലേ ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ വല്ല അള്ളാഹു തന്നെ വല്ല പരീക്ഷണവുമായിട്ട് നമുക്ക് അങ്ങനെ വന്നേക്കാം. ദുനിയാവിലുള്ള ആൾക്കാർ മുഖേന ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം അല്ലേ. നമ്മളിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ വന്നേക്കാം. നമുക്ക് എന്തും സംഭവിക്കാം, യുദ്ധമാണ്, യുദ്ധത്തിൽ പലതും സംഭവിക്കാം. നമ്മൾ ഒരു ജിഹാദിലാണ് എന്നുള്ള ആ ഒരു ഉറപ്പിൽ തന്നെ നമുക്ക് നിൽക്കുമ്പം ഈ ഒരു ആയത്ത് ശരിക്കും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ കെട്ടിക്കാത്ത് നിൽക്കുകയാണ്, എന്താ സംഭവിക്കാന്ന് പറഞ്ഞൂടാ, നമുക്കവിടെ അല്ലേ ക്ഷമിക്കുക തന്നെ വേണം. ക്ഷമയിൽ മികവ് കാണിക്കുക. പലതരം ക്ഷമകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ആ ഒരു തഫ്സീറിൽ പറയുന്നത് ഇതാണ്, അള്ളാഹുവിൻ്റെ നിയമോപദേശങ്ങൾ പാലിക്കുന്നതിലും കടമകൾ നിർവഹിക്കുന്നതിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിലും ആപത്തുകളും കഷ്ടപ്പാടുകളും നേരിടുന്നതിലുമെല്ലാം തന്നെ ക്ഷമയും സഹനവും കൈക്കൊള്ളണമെന്ന് താല്പര്യം. വ്യക്തിപരമായ എല്ലാ തുറകളെയും ബാധിക്കുന്നതാണ് ഈ ഒരു ഉപദേശം എന്ന് പറയുന്നത്. പിന്നെ ക്ഷമയിൽ മികവ് കാണിക്കുക എന്ന് പറയുന്നിടത്താണ് കുടുംബങ്ങൾ, അയൽക്കാർ, സ്വജനങ്ങൾ, എതിർകക്ഷികൾ, സഖ്യകക്ഷികൾ, മനുഷ്യരും പിശാചുക്കളും അടങ്ങുന്ന ശത്രുക്കൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും നേരിട്ടേക്കാവുന്ന എല്ലാത്തരം ഉപദ്രവങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവരെക്കാളേറെ ക്ഷമയിൽ മികച്ചു നിൽക്കുവാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കണം. അതായത് നമ്മളെപ്പോഴും ഒരു സ്ഥിര ചിത്തത വേണം. പിന്നെ ആ യുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത് റാബിത്തു, നമ്മളെ നേരെ എന്ത് വന്നാലും നമ്മൾ റെഡിയാണ് എന്തിനും ശ്രമിക്കാൻ. എന്തുകൊണ്ട്
എന്തിനാണ് നമ്മളങ്ങനെ അല്ലേ? അള്ളാഹു പറഞ്ഞെന്താണ്? ക്ഷമയും നമസ്കാരവും മൂലം നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുള്ളൂ അള്ളാഹിൻ്റെ അടുത്ത്. അപ്പം നമുക്ക് ക്ഷമ ആർജിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. എവിടെ എന്ത് വന്നാലും ഞാൻ ക്ഷമിക്കും. നമ്മളൊരു പ്രാക്ടീസ് നമുക്ക് വേണ്ടി വരും. നമ്മൾ ആയത്തുകൾ ഇങ്ങനെ ഓർത്തെടുക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഒന്നൊന്ന് സമാധാനമായിട്ട് നമ്മളൊന്ന് ഡീപ് ബ്രീത്ത് എടുത്ത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റോ ദുആയോ അന്നേരം പറയുക. എന്നിട്ട് അല്ലേ ഇങ്ങനെ മനസ്സിനെ അങ്ങോട്ട് അല്ലേ ഈ അള്ളാഹുവിൻ്റെ ഈ തരത്തിലുള്ള ആയത്തുകളിലേക്ക് നമ്മളെ അങ്ങോട്ട് ചാടിച്ച് വിട്ട് നമ്മൾ അതിലേ അങ്ങനെ പോയിക്കോളാം. ഓക്കെ, ഇപ്പുറത്ത് എന്തോ തല്ലും പിടിയോ കച്ചറിയോ നടന്നോട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു. ഓക്കെ, അതേപോലെ തന്നെയാണ് സൂറത്തുൽ ആൽ ഇംറാനിലെ 134 ആയത്തിൽ പറയുന്നത് അല്ലേ. അത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു ആയത്താണ്. അത് സുബ്ഹാനല്ലാഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആയത്തും കൂടിയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽ ഖാദിമീന ബിൽ ഗൈള വൽ ആഫീന അനിൻ നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് പറയുന്ന ഒരു ആയത്ത്. പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അതായത് മുത്തഖീങ്ങളുടെ ഇതാണ് പറയുന്നത് അല്ലേ. അള്ളാഹു പാപമോചനം നൽകുന്ന ആളുകൾ അല്ലേ, നല്ല കാര്യങ്ങളിൽ അവർ വൃതി കൂട്ടുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും എന്താണ് വലിയ സ്വർഗം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ആ ഒരു ഒരുക്കപ്പെട്ട സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ പറയുന്ന ഒന്ന് സന്തോഷാവസ്ഥയിലും കഷ്ടാവസ്ഥയിലും ചെലവഴിക്കുന്നവർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദാനധർമ്മമായിട്ട് അല്ലേ സംസാരിക്കുന്ന സമയത്ത് അല്ലേ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം അതാണ് കോപം ഒതുക്കി വെക്കുന്നവരും മനുഷ്യർക്ക് മാപ്പ് നൽകുന്നവരും. അവിടെ അവിടെ ആ മാപ്പ് നൽകുന്നത് എന്ന് പറയുന്നതിന് വേറെയും കൂടെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് അതിൻ്റെ അടുത്ത ആയത്തിൽ പറയുന്നത് അതായത് തങ്ങൾ ചെയ്തതിൽ അറിഞ്ഞും കൊണ്ട് അവർ ശടിച്ചു നിൽക്കുകയുമില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഭാഗത്ത് തന്നെ തഫ്സീർ നിങ്ങൾ വായിക്കുക എല്ലാവരും തന്നെ, അതാ നല്ലത് എല്ലാം കൂടെ പറയാൻ കഴിയില്ല. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട്. നമ്മുടെ ഭാഗത്ത് എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ശരി. അതിൽ പ്രത്യേകിച്ച് നമുക്കൊരു ആർക്കും പുറത്തുനിന്നുള്ളവർക്ക് നോക്കിയാലും അറിയായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ സ്വന്തം എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാലും സമ്മതിച്ചു തരൂല ആ ഒരു കാര്യം അല്ലേ. നമ്മൾ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത്. പക്ഷെ അവിടെയും നമുക്ക് ഇത് വരുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ട്, പക്ഷെ നമ്മൾ തർക്കത്തിനില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ നമുക്ക് തർക്കം കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ കോപത്തെ ഒതുക്കി വെക്കുന്നു. അത് മൂർച്ഛിക്കാൻ അനുവദിക്കാതെ, അത് പുറത്തേക്ക് വരാതെ നമ്മൾ അതിനെ അടക്കി വെക്കുക. സുബ്ഹാനല്ലാഹ്. അതിന് ഒരുപാട് നമുക്കറിയാം, ഒരുപാട് പ്രതിഫലം അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പല ഹദീസുകളിലൂടെയും അറിയായിരിക്കും എല്ലാവർക്കും. അതായത് എങ്ങനെ നോക്കിയാലും നമ്മളറിയാം, റസൂൽ പറഞ്ഞൊരു ഹദീസ് ഇതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. അതായത് മൽപ്പിടുത്തം കൊണ്ടല്ല ഊക്കനാകുന്നത്, പക്ഷേ ദേഷ്യം വരുമ്പോൾ സ്വന്തം മനസ്സിനെ അധീനപ്പെടുത്തുന്നവൻ അത്രേ ഊക്കൻ. അപ്പോൾ ശക്തിമാൻ ആരാണ്? നമുക്ക് നമ്മളുടെ ക്ഷമയെ നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുന്നുണ്ടോ എവിടെയെങ്കിലും അല്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെ അല്ലേ, ഒരാൾക്ക് കോപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് അവൻ്റെ കോപം നടപ്പിൽ വരുത്തുവാൻ കഴിവുണ്ടായിട്ടും അത് ഒതുക്കി വെച്ചാൽ അള്ളാഹു അവൻ്റെ ഉള്ളിൽ അഭയവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് വേണ്ടതും അത് തന്നെയാണ് അല്ലേ, നിർഭയത്വം. നമുക്കൊരു പേടിയില്ല, ഒരു ടെൻഷനില്ല, ഒരു ബേജാറും ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹ് ഉണ്ട് അല്ലേ, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എല്ലാ കഴിവും ശക്തി. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു അതായത് നമുക്ക് വേണമെങ്കിൽ തർക്കിച്ച് നമുക്ക് ജയിക്കുകയും ചെയ്യാം. പക്ഷെ അവിടെയും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞതനുസരിക്കുകയാണ് നമ്മൾ അവിടെ. വേറൊന്നുമില്ല. നമ്മൾ തോറ്റു പോകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും അല്ലേ, റസൂൽ പറഞ്ഞ വേറൊരു എന്താണ്, ധർമ്മനിമിത്തം ഒരു ധനവും ചുരുങ്ങി പോവുകയില്ല, മാപ്പു നിമിത്തം ഒരു അടിയാനും വീര്യം അല്ലേ പ്രതാപമല്ലാതെ അള്ളാഹു വർദ്ധിപ്പിക്കില്ല. അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടി വല്ലവനും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളിതൊക്കെ ആലോചിക്കുമ്പോഴും നമുക്കിപ്പം നമ്മൾ ചെറുതായി പോയില്ലേ, നമ്മൾ വല്ലാണ്ടങ്ങ് ചുരുങ്ങിപ്പോയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അള്ളാൻ്റെ അടുത്ത് നമ്മൾ ആരായി? അള്ളാൻ്റെ അടുത്താണ് നമുക്ക് ഉയർച്ച വേണ്ടത്. നമ്മളതൊക്കെ വർഫഅനി എന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം അല്ലേ. ആ ഒരു ദുആയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നിസ്കാരത്തിനിടയിൽ പറയുമ്പോഴും നമ്മൾ പ്രത്യേകം പറയാറുണ്ട് അതിൻ്റെ ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ. അതായത് നമ്മൾ അതിൽ പറയുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ വർഫഅനി, നമ്മുടെ ഗ്രേഡ് ഉയർത്തണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ച് ആ പ്രതാപം, ആ ഉയർച്ച, ആ ഗ്രേഡിങ് നമുക്ക് ഒന്ന് ഉയർന്ന് കിട്ടാൻ, അത് നല്ല ആളുകൾക്കിടയിൽ നമുക്ക് ഉയർച്ച കിട്ടാൻ, അത് ദുനിയാവിലും തന്നെ അള്ളാഹു നമുക്ക് തരും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം?
മാപ്പ് കൊടുത്തത് നിമിത്തം നമുക്ക് ഈ പ്രതാപമല്ലാതെ അള്ളാഹു വർദ്ധിപ്പിച്ചു. വേറെ ഒന്നുമില്ല, നമുക്ക് വേറൊന്നും വേണ്ട. ദുനിയാവിലെ ആൾക്കാർ ഇപ്പം തന്നെ ഈ തോറ്റുപോയില്ല എന്നാൽ നമുക്കൊരു വിഷമവും ഇല്ല. കാരണം നമ്മൾ ആർക്ക് വേണ്ടി ക്ഷമിച്ചു? എവിടെ നിന്നുള്ള അല്ലേ അംഗീകാരത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ഷമിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ച അള്ളാഹു അവനെ ഉയർത്തും. നമ്മൾ വിനയമുള്ളവരാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. വിനയമുള്ളവരാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എന്തുതന്നെ ആയാലും നമുക്ക് സ്ത്രീകൾക്ക്, നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരായാലും അല്ലേ, വല്യമ്മമാരായാലും മക്കളായാലും നമ്മൾക്ക് വേണ്ടത് ക്ഷമ. അതിപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടെന്ന്, പക്ഷെ നമുക്കിപ്പോൾ അവരോട് ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ക്ഷമ, നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ് ആർജിച്ചെടുക്കൽ, അത് പുറമേ ഉള്ളത് മാത്രമല്ല, ഉള്ളിലും കൂടി നമ്മൾ ആ ആശ്വാസം കൊണ്ട്, അള്ളാഹുവിൻ്റെ വാക്കുകൾ കൊണ്ട് കിട്ടിയ ആശ്വാസം കൊണ്ട് നമുക്ക് പുറത്തേക്ക് വരുന്ന യഥാർത്ഥ ക്ഷമയിലൂടെ നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് ആ റിസൾട്ട് താനേ കാണാൻ പറ്റും. നമ്മൾ ഒരാളോട് നമ്മളുടെ ന്യായീകരണം പറയാതെ തന്നെ അത് അവിടെ അള്ളാഹു തന്നെ തെളിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച് മുന്നേറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് പ്രാക്ടീസ് കുറച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലും വിഷമം നമ്മൾ ഇങ്ങോട്ട് അറിയാതെ പറഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ നമ്മളതിനൊന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റിനെ നമ്മളെ മുറുക്കി പിടിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ് അല്ലേ, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഡീപ് ബ്രീത്ത് എടുത്ത് അത് ചൊല്ലിയും എല്ലാം അവിടെ നിന്ന് സ്കൂട്ടാവുക. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്ക് കാണാം അത് എന്താണ് അല്ലേ, നമ്മൾ അന്നേരം വിചാരിക്കും എന്തേ പഠിച്ചവന്. ചില സമയം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നമുക്കിനി ഒന്നും പറയാൻ സമ്മതിക്കാത്ത പോലെ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അവരങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊന്നും പറഞ്ഞുകൂടായിരുന്നു, ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അവരൊക്കെ ഉണ്ടാവും എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്തേ അന്നേരം പറയാൻ തോന്നാൻ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു, നമുക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ വിചാരിക്കും പഠിച്ചവൻ നമ്മളെ നാവിനെ അവിടെ കെട്ടിയിട്ടതല്ലേ. സുബ്ഹാനല്ലാഹ്. തെറ്റ് പറയാതിരിക്കാൻ അങ്ങനെ ആ ഒരു അള്ളാഹു തന്നെ നമ്മളെ നിസ്കാരം നമ്മളെ ചീത്തയായവയിൽ നിന്നും എല്ലാ മ്ലേച്ഛതയിൽ നിന്നും നമ്മളെ തടയുന്നു എന്നുള്ളത്. നമ്മളെ നാവ് കൊണ്ട്, നമ്മളെ പ്രവൃത്തി കൊണ്ട് ഒരു ചീത്തയിലേക്കും ഒരു മ്ലേച്ഛതയിലേക്കും അള്ളാഹു നമ്മളെ കൊണ്ടുപോകാതെ നമ്മളെ അങ്ങോട്ട് പിടിച്ചു വെക്കും. ആ ഒരു അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷനിൽ നമ്മളുണ്ടാവും. അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലേ. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. അപ്പോൾ ക്ഷമ എന്ന ആ ഒരു വേണ്ടുന്ന ഒരു സംഗതിയെ നമ്മളങ്ങോട്ട് ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഈ 2 ആയത്തുകളെയും സൂറത്തുൽ ആൽ-ഇംറാനിലെ ഈ 2 ആയത്തുകളെയും നന്നായിട്ട് പഠിക്കുക. അതിൽ നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റ്സൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. നമുക്ക് പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ അല്ലേ പറഞ്ഞ്. എന്തായാലും ഈ ഒരു ആയത്തുകളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമെന്നും അത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഓരോരുത്തർക്കും, പറയുന്ന എനിക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ, ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അതിനെ യഥാർത്ഥ രീതിയിൽ അതിനെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതിനെ ഓർത്ത് നമ്മൾ ഈ പറഞ്ഞ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഏറ്റവും വലിയ കാരുണ്യം, സമാധാനം ഒക്കെ നമുക്കായി തന്നെ അല്ലേ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പല പരീക്ഷണങ്ങളും ഓരോരുത്തർക്കും പറയാനുണ്ടാവും. പലതരം പരീക്ഷണങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ വളരെ വിഷമിക്കുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കൽ എന്ന് വെച്ചാൽ ഭയങ്കര വിഷമിപ്പിക്കുന്ന സംഗതികൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സുഖമില്ലാത്ത മക്കളെ നോക്കുന്ന അമ്മമാരെ, അവർക്ക് എങ്ങനെ നോക്കിയാലും അവർ നോക്കുന്നുണ്ടാവും അല്ലേ. സമാധാനത്തിൽ അവർ സന്തോഷത്തോടെ നോക്കുമ്പോഴും ഇപ്പുറത്തുനിന്ന് ചിലപ്പം പലതരം വെളിച്ചം പിടിക്കൽ വീട്ടിലുള്ള ഭർത്താവിൽ നിന്ന് തന്നെ ചിലപ്പം എന്തെങ്കിലും കേട്ടേക്കാം. അസുഖമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിതെറ്റിയ മക്കളായിരിക്കാം. അവരെ ചൊല്ലി ആവലാതിപ്പെടുമ്പോഴും ചിലപ്പോൾ ആണുങ്ങൾക്ക് പിടിക്കണമെന്നില്ല. അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ്. അതേ നമ്മൾക്ക് വിജയം അല്ലേ, ഈ ദുനിയാവിലും ആഖിറത്തിലേക്ക് നമുക്ക് വിജയം നേടിത്തരുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുധം കൊണ്ടുള്ള മുറിവ് നല്ല പറഞ്ഞല്ലേ, വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങൂല. അതെ, സുബ്ഹാനല്ലാഹ്. എന്തായാലും നമ്മളുടെ വാക്കാർക്കും ഒരു മുറിവായിട്ട് വരരുത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളെ മക്കളടുത്താണെങ്കിൽ പോലും അത് വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മക്കളല്ലേ എന്ന് വിചാരിക്കും, പക്ഷേ അവരുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. നമുക്കും പലതും ഇതുപോലെയുള്ളത് നമ്മുടെ മനസ്സിൽ എന്തോ പണ്ടുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങളാകുമ്പോഴുള്ളൊരു സ്വഭാവമാണ്. പണ്ടേയുള്ള സംഗതികൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. എന്തിനാണ്? ഒരു കാര്യമില്ല. വെറുതെ നമുക്കത് മനസ്സിലായി. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ലായിരിക്കാം, പക്ഷേ ഈ ചിന്തിച്ചുകൊണ്ട്
ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ ഇബാദത്തുകളെ നമ്മൾ ഇല്ലാതാക്കി കളയുന്നു. അവർ നമ്മളെ പറ്റി എന്തോ പറയോ ചെയ്യോ കുത്തുവാക്ക് പറയോ ചെയ്തോട്ടെ, നമുക്ക് ആ വിഷമം കാരണം അവരിങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്തല്ലോ അവരെന്താ ആൾക്കാരാണ്, നമ്മളങ്ങനെ ചിന്തിച്ച് അവർ ചിലപ്പോൾ നിസ്കരിക്കുകയും ഇസ്തിഗ്ഫാർ ഇറക്കിയതിന് അവരെ പാപങ്ങൾ പൂർത്തി നമ്മളിത് ചിന്തിച്ച് നമ്മളെ ഇബാദത്തുകളും കൂടി ഒരുക്കി കൊടുക്കും. അതിന് മാത്രം കൊട്ടൊക്കെ ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. കുറേ കഷ്ടപ്പെട്ടിട്ടാണല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ ചൊല്ലിയിട്ടും നിസ്കരിച്ചും സുന്നത്തൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. അതാർക്കും നമ്മൾ കൊടുക്കൂല. അതങ്ങോട്ട് ആദ്യം നീയത്ത് വെക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന എന്നെ കൊണ്ടിട്ടെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അള്ളാഹു പുറത്ത് തരട്ടെ. തെറ്റുകളുണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് തരട്ടെ. കൂടുതൽ ഇൽമ നേടാനും ആ ഇൽമിലൂടെ ഒരുപാട് അമലുകൾ ചെയ്യാനും അമലുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായിട്ടില്ലേ അള്ളാഹു വിളിക്കുന്ന ആ ഒരു വിളി കേൾക്കാൻ, യാ ഇബാദി എന്ന് വിളിക്കുന്നില്ലേ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ ഒരു വിളി കേൾക്കാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്ന ഒരു പ്രിയപ്പെട്ട അടിയാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഏറ്റവും വേണ്ടത് ഓരോ സ്ത്രീകൾക്കും വേണ്ടത്, നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു ക്ഷമ അള്ളാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ദുനിയാവിൽ ജീവിക്കാൻ നല്ല പ്രയാസമാണ് ഇപ്പോഴത്തെ കാലത്ത്. നമ്മുടെ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരു ആദിയും അതും വേണ്ടുവോളം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ളൊരു ചുറ്റുപാടുകളാണ് നമുക്ക് ചുറ്റും. അള്ളാഹുവേ, നീ തന്നെയുള്ളൂ ഞങ്ങൾക്ക് രക്ഷയായിട്ട്. നീ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ എല്ലാവരെയും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ഒരു പ്രയാസത്തിൽ ഒരു ഫിത്നയിലും ഉൾപ്പെടാതെ നമ്മളെ മക്കളെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏറ്റവും ഉറപ്പുള്ള യഖീനോടുകൂടിയ ഏറ്റവും നല്ല മുഅ്മിനായിട്ട് ജീവിച്ച് മരിക്കാൻ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ തൗഫീഖ് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങളുടെ ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പലതരം പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം ഉണ്ട് റബ്ബേ. എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സിന് സമാധാനം നൽകണമേ. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ ശിഫ നൽകണമേ റബ്ബേ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. വീട്ടിനുള്ളിൽ തന്നെ പലതരം തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്നവരുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ സമാധാനം സന്തോഷവും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ വദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. رب ارحمهما كما ربيانا صغيرا. رب ارحمهما كما ربيانا صغيرا. رب ارحمهما كما ربيانا صغيرا. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم ربنا بحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك.